ദൈവത്തിന് സ്തോത്രം. നല്ലൊരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകി തന്നിരിക്കുന്ന ആലോചനയായിട്ട് വന്നിരിക്കുന്ന മന്നയുടെ വചനം 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല എന്നും അറിയുന്നുവല്ലോ. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനെന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന എല്ലാവർക്കും ഈ വചനത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കൊരിന്ത്യ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. കൊരിന്ത്യ സഭയ്ക്ക് മാത്രമല്ല, ഇത് വായിക്കുന്ന ഓരോ വ്യക്തികൾക്കും ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യമുള്ളവരാകുവാനും ഏകചിന്തയോടെ നിശ്ചിന്തയോടെ ദൈവ കുഞ്ഞായിരിക്കുവാനും നൽകി തരുന്ന ശക്തമായ ഒരു വചനമാണ് ഈ വായിച്ച് കേട്ടത്. കാരണം നമ്മളുടെ ശരീരം നമ്മളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അതിനെ രൂപാന്തരപ്പെടുത്തുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ അതിനെ നശിപ്പിക്കുവാനോ ഒരു വ്യക്തിക്കും അവകാശമില്ല എന്ന് നിഷ്പക്ഷമായി പറയുന്ന ഒരു വചനമാണിവിടെ. കാരണം നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ വകയാണ്. അവിടെ ഞാൻ എൻ്റെ എന്ന് പറയുന്നതായ കാര്യത്തിന് ഒരു പ്രാതിനിധ്യവുമില്ല. മറിച്ച് നമുക്കുള്ളവരല്ല, കർത്താവിനുള്ളവരാണെങ്കിൽ അവിടുത്തെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നു എങ്കിൽ അവിടുത്തെ ഇഷ്ടത്തിനെതിരായിട്ട് നമ്മളുടെ ഭക്ഷണമോ നമ്മളുടെ ചിന്തകളെയോ നമ്മളുടെ ദിവസമോ നമ്മുടെ സമയമോ നമ്മുടെ ധനമോ ഒന്നും തന്നെ ചെലവഴിക്കരുത്. മറിച്ച് നമ്മൾ ചെലവഴിക്കുന്നതായ സമയങ്ങൾ, നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണങ്ങൾ നമ്മളെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്, ആർക്കു വേണ്ടി പരിപോഷിപ്പിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശക്തമാക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം വലിയൊരു വിഷയമാണ്. ഇവിടെ ഇന്നത്തെ കാലത്ത് എന്താണ്, താങ്കൾക്കുള്ളവരാണെന്ന ചിന്തയിൽ എന്തും തിന്നുന്നതായ, എത്ര സമയവും വേസ്റ്റാക്കുന്നതായ, യാതൊരു ആലോചനയുമില്ലാതെ ജീവിക്കുന്നതായ ഒരു തലമുറയിൽ ഈ വചനത്തിൻ്റെ ശക്തമായ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതൽ മാറ്റപ്പെടേണ്ടതാണ്. കാരണം നാം നിസ്സാരക്കാരല്ല, നാം നമുക്കുള്ളവരല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എത്ര വിലയാണ് നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്? സ്വർഗം മുഴുവനും കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. പൊന്നിനോ വെള്ളിക്കോ ഒന്നിനുമല്ല നമ്മളെ വാങ്ങിയത്. അവിടുത്തെ നിർദോഷമായ ക്രിസ്തുവിൻ്റെ നിർദോഷമായ ആ ചങ്കിലെ ചോരയാൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ഈ ലോകത്തിന് വിലമതിക്കാനാവാത്ത വില കൊടുത്ത് നമ്മെ തനിക്കായിട്ട് വേർതിരിച്ച് വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിന് കുടികൊള്ളുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും അത്യന്തമായ അനുഭവമാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം കഴിക്കുന്ന ആഹാരവും നാം ചെലവഴിക്കുന്ന സമയവും നാം എങ്ങനെ ചെലവഴിക്കുന്ന ധനവും നമ്മുടെ ഇഷ്ടത്തിനാകരുതേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം ശരീര ആരോഗ്യത്തിനും ധാർമ്മിക നന്മയ്ക്കും വേണ്ടി ആവശ്യമായിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മിതമായ ഭക്ഷണവും നല്ല അധ്വാനശീലമുള്ളവരുമായിരിക്കണം. വ്യായാമം നമ്മുടെ ശരീരത്തിൻ്റെ പേശികളെ വെളിപ്പെടുത്തുവാൻ, നമ്മളുടെ ചിന്തകളെ ഉണർത്തുവാൻ, നമുക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുവാൻ വ്യായാമം ആവശ്യമാണ്, ഉന്മേഷം ആവശ്യമാണ്. നല്ല പുതിയ ചിന്തകൾ ഉണരുവാൻ തക്കവണ്ണം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ അവ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ശരീരാരോഗ്യം പ്രധാനമായിരിക്കുന്നത് പോലെ മാനസികാരോഗ്യവും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പലതിനെ ചൊല്ലി നിലച്ച് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരിൽ അനവധിയായ രോഗങ്ങൾ വരുന്നുണ്ട്. ഇന്ന് 40 വയസ്സ് കഴിയുമ്പോഴത്തേന് മരണത്തിൻ്റെ വക്കിലാണ് മനുഷ്യൻ. പെട്ടെന്നാണ് മാറ്റപ്പെടുന്നത്. കാരണം എന്താണ്? ചിട്ടയില്ലാത്ത ജീവിതചര്യകളും ആഹാര രീതികളുമാണ് അവരെ അങ്ങനെ തന്നിഷ്ടക്കാരായി ജീവിക്കുന്ന വ്യക്തികളാണ് അങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി ആത്മീയ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയായി, ശാരീരിക മനുഷ്യനെ അല്ല ആത്മീയ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്ന വ്യക്തിയായി നാം മാറണം. കാരണം
ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും വിലയേറിയത്. ഈ സർവ്വലോകവും നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ വിലയില്ലാത്തവരായി തീരും. അതുകൊണ്ട് മനസ്സിൻ്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്തുവാനും വികസിപ്പിക്കുവാനും ദൈവത്തിൻ്റെ ദാനമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നാം ജീവിക്കേണ്ടതാണ്. പരിജ്ഞാനത്തിൻ്റെ ദാതാവാണ്. അവിടുത്തെ പരിജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് വിധേയപ്പെട്ട ഒരു ജീവിതത്തിന്, നമ്മുടെ സ്വാർത്ഥതയില്ലാത്തൊരു ജീവിതത്തിന്, കർത്താവിന് ഹിതകരമായ അവിടുത്തെ ആലോചനയ്ക്കായി നമ്മളെ സമർപ്പിക്കാം. ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഒന്ന് അനുഭവിച്ചറിയുവാൻ ഓരോ ദൈവ പൈതലിനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹമേറിയതും നിഷ്പക്ഷവുമായ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ സമയങ്ങളും ഞങ്ങളുടെ ആഹാര രീതികളും ഞങ്ങളുടെ ധനത്തിൻ്റെ വിനിയോഗങ്ങളും ഞങ്ങളെ മുറ്റുമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന കർത്താവിന് ഹിതകരമാണോ എന്നൊന്ന് പരിശോധിക്കുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടവരായി ജീവിപ്പാൻ, അവിടുത്തെ വരവിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ കർത്താവെ അങ്ങേപോലെ ആയിത്തീരുവാൻ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങേപോലെ ആയിത്തീരുവാൻ, അവിടുത്തെ മാതൃക പിന്തുടരുവാൻ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ അടിയങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗവും കഷ്ടവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആകുല ചിന്തകളും കൊണ്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീര മനസ്സുകളെ അവിടുന്ന് ജീവിപ്പിക്കുകയും അവിടുത്തേക്ക് ഹിതകരമാക്കി തീർക്കുകയും ചെയ്യുമാറാകണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.